الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ജീവിതത്തിലേറെ അനുഗ്രഹമായി നൽകിയ മനുഷ്യൻ്റെ അവയവങ്ങൾ, മനുഷ്യ ശരീരം കൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നരകം വാങ്ങാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും കഴിയുമെന്നുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട് ഒക്കെ ഇബാദത്തുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം പരലോക രക്ഷയാണ്. റബ്ബിൻ്റെ കോടതിയിൽ രക്ഷപ്പെടണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ക്രമീകരിക്കാറുള്ളത്. പരലോകമെന്ന് കേൾക്കുമ്പോൾ ആരും സഹായിക്കാനില്ലാത്തൊരു ലോകത്തെയാണ്, ആരും കൂട്ടിനില്ലാത്ത ഒരു ലോകത്തെയാണ് നമ്മുടെ കൽബിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അത് ബോധ്യപ്പെടുത്തിയതുമാണ്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഒറ്റക്കൊറ്റക്കായി ആളുകൾ വരുന്നൊരു ലോകം, അതാണ് പരലോകമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. അന്ന് സൗഭാഗ്യവാന്മാരായ ആളുകൾ സ്വർഗം നേടുകയും വിശ്വാസവും കർമ്മവും സ്വഭാവവുമൊക്കെ ശുദ്ധീകരിച്ച ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും
നരകം വാങ്ങുന്ന ദൗർഭാഗ്യവാന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നരകത്തിൻ്റെ വക്കിലേക്ക് മുഴുവൻ ആളുകളെയും കൊണ്ടുവന്ന് ചില വിഭാഗത്തെ മാത്രം അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ ആരാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം സഹോദരങ്ങളെ, സ്വഹാബത്തിൻ്റെ ഹൃദയത്തിലൊക്കെ സദാ ഉണ്ടായിരുന്ന ചിന്തയും സ്വഹാബികളൊക്കെ വിതുമ്പിയ കരഞ്ഞിരുന്ന മേഖലയുമാണ് നരകവുമായി ബന്ധപ്പെട്ട വിഷയം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് കാണാം. സൂറത്തു മറിയമിൻ്റെ 71, 72 വചനങ്ങൾ. തുടക്കത്തിൽ ഓതി വെച്ച വചനം അതാണ്. അല്ലാഹു പഠിപ്പിക്കുന്ന കാര്യം, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കാൻ എല്ലാ ആളുകളെയും അല്ലാഹു നരകത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടുവരും. നരകത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടുവരപ്പെടാത്തവരായി ആരുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത് കാണാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നരകത്തിൻ്റെ വക്കിൽ വന്ന് നരകം കണ്ട് മടങ്ങുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സുമ്മ നുനജ്ജില്ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. നരകത്തിൻ്റെ വക്കിൽ കൊണ്ടുവരപ്പെട്ടവരിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ, അവിടെ നിന്ന് നരകം കണ്ട് സ്വർഗത്തിലേക്ക് മടങ്ങുന്നവർ, സുമ്മ നുനജ്ജില്ലദീന തഖൗ, തഖ്വയുള്ള ആളുകളാണെന്ന് പരിശുദ്ധ ഖുർആൻ. ജീവിതം ഈ ദുനിയാവിൽ ജീവിച്ച കാലത്ത് സൂക്ഷ്മത കൈവരിച്ച് ജീവിച്ച ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്ക് നരകത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടുവരപ്പെടുമെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ബാക്കിയുള്ളവർ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥ ഉണ്ടാവും. സ്വർഗത്തിൽ പോകുന്ന ആളുകളും നരകത്തെ കണ്ട് നരകത്തിൻ്റെ ഭയാനകത ബോധ്യപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ എന്താ പ്രധാനം? തഖ്വയുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. നോക്കൂ നിങ്ങൾ, അവിടെയും മനോഹരമായ ഒരു മേഖല പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജീവിതത്തിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു അവയവമാണ് മനുഷ്യൻ്റെ കണ്ണ്. മനുഷ്യൻ്റെ കണ്ണ് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ കാഴ്ച എത്ര ഭംഗിയായി അല്ലാഹു നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചതാണ്. ആ കണ്ണുകൊണ്ടൊരാൾക്ക് സ്വർഗം നേടാനും ആ കണ്ണുകൊണ്ടൊരാൾക്ക് നരകം വാങ്ങാനും കഴിയുമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൂന്നാളുകൾ, സലാസത്തുൻ, മൂന്നാളുകൾ, ലാ തറാ അഅ്യുനുഹും അന്നാറു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നരകം കാണാത്ത, അല്ലെങ്കിൽ നരകത്തിലേക്ക് എറിയപ്പെടാത്ത, നരകം സ്പർശിക്കാത്ത മൂന്നാളുകളുണ്ട്. നരകത്തിലേക്ക് പ്രവേശിക്കാത്ത മൂന്നാളുകളുണ്ട്. 3 കണ്ണുകൾ നരകം കാണുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. ആരാണ് ആ കണ്ണ്? ഏതൊക്കെയാണ് സൂക്ഷിക്കേണ്ട മേഖല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പഠിപ്പിച്ച ഈ ഹദീസ് ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒന്നാമത്തെ വിഷയം, ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുകൾ നരകത്ത് കാണുകയില്ല, അല്ലെങ്കിൽ അവർ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന കണ്ണുകളല്ല. ഏത് കണ്ണ്? അല്ലാഹനെ ഓർത്ത്, റബ്ബിനെ ഇഷ്ടപ്പെട്ട്, അള്ളാഹുവിൻ്റെ അദാബുകളെ ഓർത്ത് വിതുമ്പിയ കണ്ണുകൾ, കരഞ്ഞ കണ്ണുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. നമ്മളും നമ്മുടെ ജീവിതത്തിൽ കരയാറുണ്ട്. കരച്ചിൽ വരാത്ത ആളുകൾ കുറവാണ്. കരയും. എന്തിനൊക്കെ കരയാം? പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കരയാറുണ്ട്. ആരെങ്കിലും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ നമ്മൾ കരയും, അല്ലേ? നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞാൽ നമ്മൾ വിതുമ്പും. നമ്മുടെ പിഞ്ചുമക്കൾ വിദേശത്തേക്ക്, നമ്മുടെ കുട്ടിയോ നമ്മുടെ വാപ്പയോ ഭർത്താവോ ഭാര്യയോ ഒക്കെ നമ്മളിൽ നിന്ന് ഏതെങ്കിലും ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിദേശയാത്ര നടത്തുമ്പോൾ പോലും കരയുന്ന ആളുകളുണ്ട്. വിദേശത്ത് ചെന്ന് ജോലി ചെയ്യാൻ വേണ്ടി
ലക്ഷ്യം വെച്ച് പോയി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ മക്കളെയും തൻ്റെ കുടുംബത്തെയും ഓർത്ത് വിതുമ്പുന്ന ആളുകളുണ്ട്. നമ്മൾ കരയുന്ന കുറേ കാരണങ്ങളിൽപ്പെട്ടതാണതൊക്കെ. ജീവിതത്തിൽ എന്തെങ്കിലും മാറാ രോഗങ്ങൾ പിടിപെട്ടാൽ വിതുമ്പുന്ന ആളുകളുണ്ട്. ശക്തമായ വേദന ശരീരത്തെ പിടികൂടിയാൽ കരയുന്നവരുണ്ട്. സാമ്പത്തികമായി നഷ്ടം സംഭവിച്ച് ജീവിതത്തിൽ അധപതനങ്ങൾ ഉണ്ടാകുമ്പോൾ വിതുമ്പുന്ന കണ്ണുകളുണ്ട്. പക്ഷേ അല്ല ഇവിടെ പറഞ്ഞ കണ്ണേതാണെന്നറിയോ? അള്ളാഹുവിനെ ഓർത്ത് പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തിച്ച് കരയുന്ന കണ്ണുകളെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഏതുപോലെ? അള്ളാഹിനെ ഓർത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചോർത്ത്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്ന് ഒക്കെ കരയുന്ന ആളുകളെ പരിശുദ്ധ ദീന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിക്കാറുണ്ട്. ഒരു രാത്രിയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയാണ്. കരയുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിരോമങ്ങൾ നനഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ കരച്ചിലിൻ്റെ വിതുമ്പൽ, ആ കരച്ചിലിൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടുന്ന ശബ്ദം കേൾക്കുമാറ് പ്രവാചകന്റെ കണ്ണുകൾ നനഞ്ഞൊലിച്ച് റസൂലുള്ളാഹിന്റെ താടിരോമങ്ങൾ നനഞ്ഞ് ഇരിക്കുന്ന സ്ഥലം വരെ നനയുമാറ് റസൂലുള്ള കരഞ്ഞു. ആ സമയത്താണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സുബ്ഹ് ബാങ്ക് വിളിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നത്. പള്ളിയെ ലക്ഷ്യം വെച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു വരുമ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയാണ്. കരയുന്ന റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്തിനാ നബി ഇങ്ങനെ കരയുന്നത്? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നു, അല്ല പുറത്തു തന്നു എന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ കരയുന്നത്? ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വാചകം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വാചകം, അഫലാ അകൂനു അബ്ദൻ ശകൂറ, അഫലാ അകൂനു അബ്ദൻ ശകൂറ, എനിക്കെൻ്റെ റബ്ബിനോട് നന്ദിയുള്ളൊരു അടിമയാകണ്ടേ? ആയിഷ റളിയല്ലാഹു അൻഹയോടും ഈ വാചകം പ്രയോഗിക്കുന്നതായി കാണാം. എൻ്റെ റബ്ബിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയാകണ്ടേ ആയിഷ എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നത്തെ രാത്രിയിൽ എനിക്കൊരു വചനം അവതരിപ്പിക്കപ്പെട്ട് പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലി ഇംറാനിന്റെ 190-ാമത്തെ വചനം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കൊടുക്കുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ആയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലിനെ അവതരിപ്പിക്കപ്പെട്ട ഈ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുക. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അതിൻ്റെ സംവിധാനങ്ങളും ഒരു വിശ്വാസി കാണുകയാണെങ്കിൽ അവനുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് അള്ളാഹു പറയാണ്. വിശ്വാസിയുടെ കൽബ് പിടക്കും, അവൻ സുജൂദിൽ വീണുപോകും, അവൻ പൊട്ടിക്കരയും, അവൻ പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാത്തിലാ, ഈ കണ്ട നിഅമത്തുകളൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, അതുകൊണ്ട് സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ, ഫഖിനാ അദാബന്നാർ, ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നൊരു വിശ്വാസി പ്രാർത്ഥിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിൻ്റെ അവതരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയിപ്പിച്ച രംഗം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയിപ്പിച്ച രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഖുർആനിൻ്റെ ഒരു ലഫ്ള് വായിച്ചിട്ട് സഹോദരങ്ങളെ കണ്ണുന്നൊരു പൊടി കണ്ണീര്, അള്ളാഹിനെ ഓർത്തുകൊണ്ട് കണ്ണിൽ നിന്നൊരു പൊടി കണ്ണിൽ നിന്നൊരു തുള്ളി ഉറ്റി വീണിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ, നീ എനിക്ക് ഖുർആൻ ഓതി തരണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബികളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു. എങ്ങനെ?
ഈമാനിന് ചെറിയൊരു കുറവുണ്ടെന്ന് തോന്നിയാൽ സ്വഹാബത്ത് പറയാണ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ ഞങ്ങൾ വിളിക്കും, എന്നിട്ട് ഇബ്നു മസ്ഊദിനെ കൊണ്ട് സൂറത്തുൽ വാഖിഅ ഞങ്ങൾ പാരായണം ചെയ്യിപ്പിക്കുന്ന. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ വാഖിഅ ഓതി തുടങ്ങുമ്പോഴേക്ക് ഞങ്ങൾ ഈ പല ആളുകളും കരഞ്ഞിട്ടുണ്ടാകും, വിതുമ്പി തുടങ്ങിയിട്ടുണ്ടാകും. മനോഹരമായി ഖുർആൻ ഓതുന്നൊരു വ്യക്തിത്വമായിരുന്നു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ, നിങ്ങൾക്കല്ലേ റസൂലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, നിങ്ങൾക്കല്ലേ ഖുർആൻ അവതീർണമായത്, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരികയോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ഓതി കേൾക്കാൻ ആവശ്യപ്പെടുന്നു ഇബ്നു മസ്ഊദ്, അതുകൊണ്ട് താങ്കളുടെ ശബ്ദത്തിൽ ഞാൻ ഖുർആനിൻ്റെ പാരായണം കേൾക്കാൻ ഇഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഓതണം. അങ്ങനെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു പോന്നു. സൂറത്തു ആലി ഇംറാനിലേക്ക് പ്രവേശിച്ചു. സൂറത്തു നിസാ എങ്ങനെ ഓതിപ്പോരുമ്പോൾ സൂറത്തു നിസായിലെ 41-ാമത്തെ വചനം, ആ വചനത്തിൻ്റെ ചാരത്തെത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. തലതാഴ്ത്തിയിരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിന്റെ കണ്ണുകൾ അതേ 41-ാമത്തെ സൂറത്തു നിസാഇന്റെ 41-ാമത്തെ വചനം, ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഉറ്റുറ്റി വീഴാൻ തുടങ്ങി. ആ ആയത്തിങ്ങോട്ട് കേട്ടപ്പോൾ റസൂലുള്ള വിതുമ്പി കരയുന്ന രംഗം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണാം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ തലപൊക്കി നോക്കുമ്പോൾ ഹബീബിൻ്റെ താടി രോമങ്ങൾ നനയുമാറ് ഹബീബിൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീരുകൾ ഉതിർന്നു വീണിട്ടുണ്ട്. ഏതാണ് ആ വചനം? فكيف إذا جئنا من كل أمة شهيد وجئنا بك على هؤلاء شهيدا. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയിപ്പിച്ചു. എന്താണെന്നറിയോ? وكيف إذا جئنا من كل أمة شهيد وجئنا بك على هؤلاء شهيدا. നബിയേ, എല്ലാ ഉമ്മത്തിനും എല്ലാ സമൂഹത്തിൽ നിന്നും അവർക്ക് സാക്ഷിയെ നാം കൊണ്ടുവരുന്നതാണ്. അവരുടെ കാര്യത്തിൽ ഒരു സാക്ഷിയെ നാം കൊണ്ടുവരും. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലേ, ഈ കൂട്ടരുടെ ഈ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ തങ്ങളെ സാക്ഷിയായി നിന്നെ ഞാൻ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കുമെന്ന ഉമ്മത്തിൻ്റെ അവസ്ഥ? ഈ ഉമ്മത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സാക്ഷിയായി കൊണ്ടുവരുമെന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആ പരലോകത്തെ വിചാരണയെ ഓർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. ആ രംഗമോർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാ. അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച്, റബ്ബിൻ്റെ വിചാരണയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ യൗമുൽ ഹിസാബിൻ്റെ ദിവസം, നന്മ തിന്മകളെ തൂക്കി കണക്കാക്കുന്ന ദിവസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഖൽബുകളാണോ നമ്മുടേത്? അതിനുവേണ്ടി വിതുമ്പുന്ന കരയുന്ന അവസ്ഥ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സുജൂദിൽ കടന്ന് എൻ്റെ നിസ്കാരത്തെ സ്വീകരിക്കണേ അല്ലാ എന്ന രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയുടെ സ്വരം, സഹോദരങ്ങളെ എനിക്ക് സ്വർഗം നൽകണേ റബ്ബേ, അദാബുകൾ എന്നിൽ നിന്ന് അകറ്റണേ നാഥാ എന്ന് പറഞ്ഞ് നരകത്തിൽ നിന്ന് മോചനം ചോദിച്ച് സ്വർഗത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് റബ്ബിനോട് ചോദിച്ചുകൊണ്ട് ഒരു കണ്ണുനീർ ഈ ഭൂമിയിലേക്ക് ഉറ്റി വീഴാൻ സഹോദരങ്ങൾ നമ്മുടെ കണ്ണുകൾക്ക് സാധിച്ചിട്ടുണ്ടോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വിഷയം നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഹദീസിൻ്റെ പദപ്രയോഗം കാണാം, ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ലാ യലിജുന്നാറ റജുലുൻ, ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ബകാ മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞ മനുഷ്യന്മാർ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഏതുവരെ? പശുവിൻ്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് അതിൻ്റെ അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നതുവരെ. സുബ്ഹാനല്ലാഹ്, അസംഭവ്യമായ ഒരു സംഭവത്തെ ഉപമയായി വെക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നടക്കാത്തൊരു സംഭവം. അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ അകിട്ടിലേക്ക് തിരിച്ചു പോകുമോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ അസംഭവ്യമായ ഒരു സംഭവത്തെ മുൻനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് വരെ ആ മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ക്വാളിറ്റി എന്താ? ബകാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ ഭയന്ന് കരയാ.
അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, 1000 ദീനാറ് ഞാൻ ദാനം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ റബ്ബിനെ ഓർത്ത് കരയാനാണ്, എൻ്റെ റബ്ബിനെ പേടിച്ചു കരയാനാണ്, അള്ളാനെ ഓർത്ത് കരയലാണ് 1000 ദീനാറുകൾ എൻ്റെ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. ജീവിതത്തിൽ സഹോദരങ്ങളെ അള്ളാനെ ഓർത്തുകൊണ്ട് നമ്മുടെ സൃഷ്ടി സംവിധാനങ്ങളെക്കുറിച്ച് ഓർത്ത്, പടച്ച റബ്ബ് നമുക്ക് വേണ്ടി തന്ന നിഅമത്തുകളെ ഓർത്ത്, ആ നിഅമത്തുകൾക്ക് നാം നന്ദി കാണിക്കുന്നിടത്ത് നമുക്ക് പറ്റുന്ന തകരാറുകൾ ഓർത്ത്, ആ റബ്ബ് ശിക്ഷിക്കുന്ന ശിക്ഷാവിധികളുടെ ഗൗരവത്തെക്കുറിച്ചോർത്ത്, അല്ല സ്വർഗം അലങ്കരിച്ചു വെച്ചിട്ടുള്ള ആ സ്വർഗത്തിൻ്റെ അനുഭൂതികളെക്കുറിച്ചോർത്ത് ഒരുറ്റു കണ്ണുനീർ ഈ ഭൂമിയിലേക്ക് വീഴാൻ നമ്മുടെ കണ്ണിൽ നിന്നൊരുറ്റു കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നരകത്തെ സ്പർശിക്കുകയില്ല 3 കണ്ണുകൾ. അതിലൊരു കണ്ണിനെയാണ് ഈ പറഞ്ഞത്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുകൾ. 2 വഅയ്നുൻ, രണ്ടാമത്തെ കണ്ണേതാ? വഅയ്നുൻ ഹറസത് ഫീ സബീലില്ലാഹ്, വഅയ്നുൻ ഹറസത് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിന്നുകൊണ്ട് ഉറക്കൊഴിച്ച കണ്ണുകളാണ്. അള്ളാൻ്റെ മാർഗത്തിൽ കാവൽ നിന്ന് ഉറക്കൊഴിച്ച കണ്ണ് എന്ന് പറഞ്ഞാൽ നന്മയ്ക്ക് വേണ്ടി ഉറക്കൊഴിച്ച കണ്ണ്. നമ്മൾ ഉറക്കൊഴിക്കാറുണ്ട്. എപ്പോൾ അല്ലേ? മാച്ച് ഉണ്ടെങ്കിൽ, കളി ഉണ്ടെങ്കിൽ, ഫുട്ബോൾ ഉണ്ടെങ്കിൽ, ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ അലാറം വെച്ച് 12 മണിക്ക് എണീറ്റ് അല്ലെങ്കിൽ ഉറങ്ങാതെ കാത്തുനിന്ന് കളി കാണുന്ന ആളുകളാണ് ഭൂരിപക്ഷവും. ക്രിക്കറ്റും ഫുട്ബോളും തുടങ്ങിയ എല്ലാ കളികളും, അതിനോടൊക്കെ എന്തൊരാവേശമാണ്, എന്തൊരാനന്ദമാണ്. നാട്ടിലൊരു ഗാനമേളുണ്ടെങ്കിൽ നേരം പുലരുന്നതുവരെ ഉറക്കൊഴിച്ച് ഹറാമിൻ്റെ കൂടെ ആടിത്തുള്ളാൻ ആളുകളുണ്ട്, ഇല്ലേ? സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു നന്മയ്ക്ക് വേണ്ടി, ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ഉറക്കൊഴിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാകും? അള്ളാൻ്റെ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി ഉറക്കൊഴിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഇൽമു നേടാൻ വേണ്ടി ഉറക്കൊഴിക്കുന്ന എത്ര ആളുകളുണ്ടാവും? അറിവ് പകരാൻ വേണ്ടി, ഇസ്ലാമിൻ്റെ ആ റബ്ബിനെ കുറിച്ചും ഖുർആനും ഹദീസും പഠിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഈ ഖുർആനും ഹദീസും പഠിക്കാൻ വേണ്ടി ഉറക്കൊഴിക്കുന്ന എത്ര ആളുകളുണ്ടാവും? പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലേ? യുദ്ധത്തിൻ്റെ മേഖലകളിൽ യുദ്ധത്തിന് കാവൽ നിൽക്കുന്ന ആളുകൾക്കുള്ള സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഹറസത് ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഉറക്കൊഴിച്ച കണ്ണിനെ കുറിച്ച്, അള്ളാന്റെ മാർഗത്തിൽ ഉറക്കൊഴിച്ച് കാവൽ നിന്ന കണ്ണിനെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ കാര്യത്തിനും ദുനിയാവിൽ ഉറക്കൊഴിക്കുന്ന നമുക്ക് രാത്രിയിലൊന്ന് എഴുന്നേറ്റ് തഹജ്ജുദിന് വേണ്ടി സമയം ചെലവിടാൻ നമുക്ക് സമയമല്ല, നമുക്ക് നേരല്ല ദീനിനു വേണ്ടി ഓടാൻ, അതിനുവേണ്ടി രാത്രി ഉറക്കൊഴിക്കാൻ. തൻ്റെ ഉമ്മ അസുഖം ബാധിച്ച് കിടക്കുക, വാപ്പ അസുഖം ബാധിച്ച് കിടക്കുക, വേദന കൊണ്ട് പിളയുന്ന വാപ്പാൻ്റെ മുന്നിൽ സഹോദരങ്ങളെ ഉറക്കൊഴിച്ച് നിൽക്കുന്നുവെങ്കിൽ ആ ഉറക്കൊഴിക്കൽ അള്ളാന്റെ മാർഗത്തിലുള്ള ഉറക്കൊഴിക്കലാണ്. ഹൃദയത്തിൽ സ്വർഗം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, അയൽവാസിക്ക് അസുഖമായി, അയൽവാസിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, പ്രതിസന്ധിയുടെ ദിവസങ്ങളായിരുന്നു, അന്ന് ഉറക്കൊഴിക്കേണ്ടി വന്നു. ഈമാനുണ്ടോ, തഖ്വയുണ്ടോ, തൗഹീദുണ്ടോ, ആ ഉറക്കൊഴിക്കൽ കൂലി കിട്ടണ കാര്യ, അള്ളാന്റെ അടുക്കൽ രേഖപ്പെടുത്തുന്ന ഉറക്കൊഴിക്കല, അത് ഫീ സബീലില്ലയാണ്. ഇങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ. വിശ്വാസിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞെന്താ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫാ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വിശ്വാസികളായ ആളുകൾ രാത്രിയിൽ അവർ കിടക്കപ്പായിൽ നിന്ന് ചാടി എണീക്കും. എന്തിനു വേണ്ടി? കുറച്ചുറങ്ങിയിട്ട് അവർ ചാടി എണീക്കും. എന്തിനാണ് എണീക്കുന്നത്? യദ്ഊന റബ്ബഹും ഖൗഫാ, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, റബ്ബിനെ ഭയന്നുകൊണ്ടാണ് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പരിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പഠിപ്പിക്കാൻ. വിശ്വാസിയുടെ ഗുണം, സുബഹിൻ്റെ നേരത്ത് പോലും എണീക്കാൻ കഴിയാത്ത ആളുകളായി നമ്മൾ മാറി. സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ വരാൻ പറ്റാത്ത ആളുകളായി മാറി നമ്മൾ.
നമ്മുടെ ജീവിതത്തെ ചിന്തിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ നന്നായി വിലയിരുത്തണം. സ്വർഗം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തു സജദയുടെ 16-ാമത്തെ വചനം, അതേ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വിശ്വാസിയുടെ ക്വാളിറ്റി പറഞ്ഞെടുത്ത് പറയാണ്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. കുറച്ച് മാത്രമേ വിശ്വാസി ഉറങ്ങുള്ളൂ. രാത്രി ഇബാദത്തിന് വേണ്ടി രാത്രികളെ ചെലവഴിക്കുന്ന ആളുകളായിരിക്കുന്ന സഹോദരങ്ങളെ, അങ്ങനെ ഉറക്കൊഴിക്കുന്ന ആളുകളുണ്ടോ? സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടി നരകത്തിൻ്റെ അടുക്കലേക്ക് അവരുടെ കണ്ണ് നരകം സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. 2 കണ്ണുകളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞ 2 കണ്ണുകൾ. ഒന്ന് ഐനുൻ ബക്കത്തു മിൻ ഖശിയത്തില്ല, അള്ളാനെ ഓർത്ത് കരഞ്ഞ കണ്ണാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കൊഴിച്ച കണ്ണിനെ കുറിച്ചാണ്. ഐനുൻ കണ്ണ് ഹറസത്ത് ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കൊഴിച്ച് കാവൽ നിന്ന് കണ്ണുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മൂന്നാമത്തെ കണ്ണ് സഹോദരങ്ങളെ, വഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാ, വഐനുൻ ചില കണ്ണുകളെക്കുറിച്ച് അള്ളാഹു പറയാണ്, ഗല്ലത്ത് അൻ മഹാരിമില്ലാ, അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് താഴ്ത്തിയ കണ്ണുകൾ. അല്ല കാണണ്ടെന്ന് പറഞ്ഞൊരു സംഭവത്തിൽ നിന്ന് എൻ്റെ റബ്ബ് എന്നോട് വിലക്കിയതാണെന്ന ചിന്തയോടുകൂടി ഒരു ഹറാമിൽ നിന്ന് കണ്ണിനെ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണ് നരകം കാണുകയില്ല, അല്ലെങ്കിൽ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഅ്മിനിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, അത് വിശ്വാസിയുടെ ഒരു ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് സൂറത്തു നൂറിൻ്റെ 30-31 വചനങ്ങളിൽ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അള്ളാഹു പറഞ്ഞ കാര്യം ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കൂ അവരോട്, ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ. ഖുൽ നബിയെ പറയണം, ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ ആളുകളോട് പറയണം, യഗുള്ളൂ മിൻ അബ്സാരിഹിം, അവരോട് അവരുടെ കണ്ണിനെ താഴ്ത്താൻ പറ. വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവരോട് പറ. കണ്ണിനും ഗുഹ്യസ്ഥാനത്തിനുള്ള ബന്ധം ആയത്തിൽ നിന്ന് ബോധ്യമാണ്. കണ്ണ് ഹറാമ് കണ്ടാൽ അതവസാനം എത്തിപ്പെടുന്നത് വ്യഭിചാരത്തിലേക്കാണെന്നർത്ഥം. അതുകൊണ്ട് ഹറാമിലേക്ക് നിൻ്റെ കണ്ണ് പോകരുത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ. അവിടെ നിർത്തിയില്ല റബ്ബ്, ഖുല്ലിൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കൂ നബിയേ, യഗ്ളുന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന. നോക്കൂ, നിങ്ങൾ അവരോടും പറഞ്ഞു കൊടുക്കുക അവരുടെ കണ്ണിനെ താഴ്ത്താൻ, അവരുടെ ഗുഹ്യസ്ഥാനത്ത് സംരക്ഷിക്കാൻ. കണ്ണ് എന്നത് സഹോദരങ്ങളെ ഹറാമിലേക്ക് പോയാൽ അത് വലിയ തിന്മയിലേക്ക് എത്തിപ്പെടുമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ-ഐനാനി സിനാഹുമാ അൻ-നദർ, ഹറാമായ നോട്ടം, ഹറാമായ കാര്യത്തിലേക്ക് ഹറാമായ നോക്കുന്നത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. സഹോദരങ്ങളെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്നർത്ഥം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി, യാ അലി ലാ തത്ബഇൻ നദറതൻ നദറ, ഒരു നോട്ടത്തിന് പുറമെ ഒരു പെണ്ണിനെ നീ തുടരെ നീ നോക്കരുത്. ഒരു നോട്ടം നിനക്ക് അനുവദിച്ചതാണ്, രണ്ടാമത്തെ നോട്ടം നിനക്ക് നിഷിദ്ധമാണ്. നോക്കൂ നിങ്ങൾ, ഫഇന്ന ലകൽ ഉലാ,
വലൈസ ലക്കൽ ആഖിറ. ആദ്യത്തെ നോട്ടം നിനക്ക് അനുവദിച്ചു, രണ്ടാമത് തുടരെയുള്ള നോട്ടം ഹറാമിൻ്റെ നോട്ടമാണ്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒറ്റ നോട്ടം, ആ മനുഷ്യ സഹജമായി വരുന്ന ഒരു നോട്ടം അനുവദിക്കപ്പെട്ടതാണ്. പിന്നെ രണ്ടാമതും തിരിഞ്ഞു നോക്കുന്ന സമ്പ്രദായം, ആണ് പെണ്ണിനെ നോക്കിയാലും പെണ്ണ് ആണിനെ നോക്കിയാലും ഖൽബിലെ ചിന്ത എന്താണ്? സഹോദരങ്ങളെ, ശിക്ഷയിലേക്ക് അല്ലെങ്കിൽ തിന്മയിലേക്ക് എത്തിപ്പെടുന്ന മേഖലയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ രംഗത്തും ഹറാമുകളെ നിയന്ത്രിക്കാൻ, പ്രത്യേകിച്ച് കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മറ്റു മേഖലകളെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയും. സിനിമ ജീവിതത്തിൽ സഹോദരങ്ങളെ നാളുകൾ ആസ്വദിച്ച് തീർക്കുന്ന വൃത്തികെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സിനിമയുടെ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ യൂട്യൂബുകളിൽ തൻ്റെ മൊബൈലിൽ പണ്ടൊക്കെ ഒരു സിനിമാ തിയേറ്ററിൽ പോയി കാണേണ്ടിയിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ആളുകളുടെ മുന്നിൽ പരസ്യമായി വെച്ച ടെലിവിഷനിലൂടെ കാണേണ്ടിയിരുന്നു. ഇന്നങ്ങനെയല്ല. ഒറ്റയ്ക്ക് നമ്മുടെ പുതപ്പിൻ്റെ ഉള്ളിൽ നമ്മുടെ കൂടെ കിടക്കുന്ന നമ്മുടെ ഫോൺ കൊണ്ട് ആസ്വദിക്കുന്ന ഹറാമിൻ്റെ ആസ്വാദനങ്ങൾ നരകത്തിലേക്ക് വഴിയൊരുക്കുകയാണ്. ഷോർട്ട് വീഡിയോകളുടെ ലോകത്താണ് നമ്മൾ. ഷോർട്ട് വീഡിയോകളുടെ ലോകത്താണ്. ഉമ്മ കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ പച്ചയായി സെക്സ് ആസ്വദിക്കുന്ന, അതേ കണ്ണുകൊണ്ട് വ്യഭിചാരി പെണ്ണിന്റെ നൃത്തങ്ങൾ ആസ്വദിക്കുന്ന പുരുഷന്മാർ, അത്തരം വൃത്തികേടുകൾ ആസ്വദിക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് കുറവല്ല. അഡിക്റ്റാണ്. കഞ്ചാവിന് അഡിക്റ്റാകുന്നത് പോലെ, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നത് പോലെ സെക്സിന് അഡിക്റ്റാകുന്ന ആളുകൾ, സംഗീതത്തിന് അഡിക്റ്റാകുന്ന ആളുകൾ, സിനിമക്ക് അഡിക്റ്റാകുന്ന ആളുകൾ, സീരിയലുകൾക്ക് അടിമപ്പെടുന്ന ആളുകൾ, അഭിനയിച്ച് തീർക്കുന്ന വൃത്തികെട്ട നടീനടന്മാരുടെ ആ നാട്യത്തിന് അടിമപ്പെട്ട് ജീവിതം തുലക്കുന്ന മനുഷ്യന്മാർ ഇന്ന് കൂടുതലാണ്. കണ്ണുകൊണ്ട് ഹറാമ കണ്ട് നരകം വാങ്ങുന്നവർ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഉമ്മത്തിനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മൊബൈൽ തുറക്കുമ്പോൾ അള്ളാഹുവിനോട് ശൈത്വാനിൽ നിന്ന് കാവൽ ചോദിച്ച് തുറക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ വേറെ ലോകത്തേക്ക് എത്തിപ്പെടും. ഒന്ന് കണ്ടാൽ അടുത്ത വീഡിയോ നമ്മുടെ മുന്നിൽ വരുന്നത് വേറെയാണ്. ഫേസ്ബുക്കാണ് തുറന്നാൽ, യൂട്യൂബാണ് തുറന്നാൽ നമ്മൾ കാണുന്നതൊക്കെ വൃത്തികേടുകളാണ്. നിങ്ങളാലോചിച്ചൊക്കെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരു പ്രഭാഷണം കേൾക്കാനായിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. തട്ടിയാൽ അടുത്തത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ വരുന്നത്, പിന്നെ വരുന്നതൊക്കെ ഹറാമിൻ്റെതാണ്. എങ്കിൽ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം, ശൈത്താൻ നമ്മളെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ മനസ്സിലാക്കണം. തിന്മകളുടെ ലോകത്തേക്ക് ഇബ്ലീസ് നമ്മളെ എത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കണ്ണുകൊണ്ട് ഹറാം കാണുന്ന, ഹറാമിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകരുത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അത്തരത്തിലുള്ള തിന്മകൾ കരുതി വരുത്തുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 കണ്ണുകൾ നരകത്തെ കാണുകയില്ല, അല്ലെങ്കിൽ നരകം സ്പർശിക്കാത്ത 3 കണ്ണുകൾ. സലാസത്തുൻ ലാ തറാ അയുനുഹുമുൻ നാർ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകം കാണാത്ത 3 കണ്ണുകൾ. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണ്. വഐനുൻ ഹറസത്ത് ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉറക്കൊഴിച്ചുകൊണ്ട് ദീനിനു വേണ്ടി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കാവൽ നിന്ന കണ്ണ്. വഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി റബ്ബിൻ്റെ കൽപ്പന ഇന്നത് കാണരുതെന്ന് റബ്ബ് വിധിച്ചപ്പോൾ ഹറാമിലേക്ക് കണ്ണിനെ കൊണ്ടുപോകാത്ത ആളുകൾ, നോട്ടം നിയന്ത്രിച്ചവർ, ഇസ്ലാമിന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി നിയന്ത്രിച്ച ആളുകൾ, അവർക്കുള്ള സ്വർഗത്തെക്കുറിച്ചാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ നമ്മൾ ഒരുക്കമല്ലെങ്കിൽ കണ്ണുകൊണ്ട് നരകം വാങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ എത്തിപ്പെടും. അതുകൊണ്ട് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം, പരിശുദ്ധ ഖുർആനിൻ്റെ ഉപദേശം നെഞ്ചിലേറ്റുക, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ കരിനച്ചി ഈ പള്ളിയുടെ അങ്കണത്തിൽ വെച്ചുകൊണ്ട് നാളെ ഒരു വിജ്ഞാന സദസ്സ് നടക്കുന്നുണ്ട്. നമ്മൾ കുടുംബസമേതം എല്ലാവരും എത്തിപ്പെടണം. യാസർ മദനി പകരയും അതുപോലെ തന്നെ സാജിദ് അൽ ഹിക്കമിയുമാണ് അന്ന് വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നത്. ഒരുങ്ങുക നാളേക്ക് വേണ്ടി എന്ന വിഷയത്തിൽ നമ്മുടെ കൽബിന് ആസ്വാദനമുണ്ടാക്കുന്ന, കൽബിലേക്ക് എത്തിക്കുന്ന ദീനിൻ്റെ ഇൽമിൻ്റെ സദസ്സുകളെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് കുടുംബസമേതം എത്തിച്ചേരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ദീന് കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മുടെ മക്കളൊക്കെ കുടുംബങ്ങളിൽ നിന്നും തിന്മയുടെ ലോകത്തേക്ക് ഇങ്ങനെ അകന്നകന്ന് പോവുകയാണ്. നന്മയിൽ നിന്ന് തിന്മയിലേക്ക് അകന്നു പോകുക. അപ്പോൾ അവർക്ക് തസ്കിയത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്.
നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ഭാര്യയ്ക്കും സ്വന്തത്തിന് വരെ തസ്കിയത്ത് കിട്ടിക്കൊണ്ടിരിക്കണം. തസ്കിയത്തിൻ്റെ വേദി എന്ന് പറഞ്ഞാൽ ഇത്തരം വേദികളാണ്. ഈ വേദികൾ നമ്മൾ ഒരിക്കലും പാഴാക്കരുത്, ഒരിക്കലും പാഴാക്കരുത്. തർക്ക വിഷയങ്ങളോ അല്ലെങ്കിൽ തർക്കിച്ച് തീർക്കുന്ന വിഷയങ്ങളൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ദീന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമ്മുടെ കാലഘട്ടത്തിനോട് യോജിച്ച രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെ മനസ്സിരുത്തി കേൾക്കാൻ കുടുംബസമേതം വന്ന് ഒരുമിച്ച് കൂടി ഇരുന്ന് കേൾക്കാനുള്ള നല്ല മനസ്സ് കാണിക്കുക. ആ രംഗത്ത് ദഅ്വാ രംഗത്ത് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നവരൊക്കെ പരമാവധി സഹായിക്കുക. ഇൻഷാ അള്ളാഹ് അതിൻ്റെ കളക്ഷനുകളുണ്ടാവും, അതിലേക്കൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ശാരീരികമായും നമ്മളവിടെ എത്തിച്ചേരുക. അത്തരം പ്രോഗ്രാമുകൾ ആളുകളുടെ കൽബിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കൽബ് കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ കൽബിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിതത്തെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കണ്ണുകൊണ്ട് ഹറാമായത് കണ്ട് ഹറാമായത് പിന്നെ അനുഭവിച്ച് നരകം വാങ്ങുന്ന ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കാനുള്ള തഖ്വയും ഈമാനും അള്ളാഹു നമ്മുടെ കൽബിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ തഖ്വയോടുകൂടി ജീവിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും ക്രമീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر أشهد أن لا إله